ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ് കേട്ടോ. ഒരു അടിപൊളി സ്നാക്കാണ്. ഈസി ആയിട്ട് കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ദോശമാവോ ഇഡ്ലിമാവോ ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലൈമറ്റിൽ ഇത് പൊളിച്ചു പോകും. എന്താണെന്ന് വെച്ചാൽ ചൂടല്ലേ ക്ലൈമറ്റ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ദോശമാവൊക്കെ വേസ്റ്റ് ആക്കാതെ ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മെഷറിംഗ് കപ്പിന് 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ് കേട്ടോ. വറുത്ത റവയും വറുക്കാത്ത റവയും നമുക്ക് ഉപയോഗിക്കാം. വറുത്ത റവയാണെങ്കിലും കൂടുതൽ ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. നമുക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോഴേ വെള്ളം ചേർക്കേണ്ടി വരുള്ളൂ. ദോശമാവിൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റവ സോക്കായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനൊരു വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവയും ദോശമാവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ റവയൊന്ന് സോക്കായി വരാനായിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. റവ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ ഒന്ന് സോഫ്റ്റ് ആയി വരാനായിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്തിടാൻ പറ്റുന്ന പാകത്തിൽ മിക്സ് ആയി കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ വെള്ളം കുറവാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ വീണ്ടും റവ ചേർക്കാണ്. ഇപ്പോൾ ദോശമാവിന് ഒരുപാട് പുളിയുള്ള ദോശമാവ് പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നാക്കിന് പുളി കൂടിപ്പോവും. ചെറിയൊരു പുളിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ദോശമാവിനൊക്കെ പുളി കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വറുത്ത റവയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കും കേട്ടോ. അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. റവയൊന്ന് സോഫ്റ്റായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയിരിക്കുന്ന റവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് വെള്ളം ചേർക്കുക. ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ഒന്നും അധികമായി പോകണ്ട. ഒരു 2 പിഞ്ച് മതി. അധികമായിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും നമ്മുടെ സ്നാക്ക്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ഞാനിപ്പോൾ മുഴുവനായിട്ട് ചേർക്കുകയാണ്. ദോശമാവിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ സവോളയ്ക്കും ബാക്കിയുള്ള റവയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ പാത്രമാണ് മിക്സ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മിക്സ് ആവില്ല. ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഞാനിപ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഇനി സവോളയും പച്ചമുളകും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റവ വെള്ളം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് ലൂസായിട്ടുള്ളൊരു പാകത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. അത് സോഫ്റ്റായി വരുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിൽ ഞാനിങ്ങനെ അടച്ചു വയ്ക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് വയ്ക്കുന്നുള്ളൂ കേട്ടോ. 10 മിനിറ്റ് മതി. നന്നായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം റവയിലേക്കും ദോശമാവിലേക്കും ഒക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. സവോളയൊക്കെ ഇതാ ഈ ഒരു ചെറിയ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് ചെറുതാക്കിയിട്ടില്ല, അധികം വലുതാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മിക്സ് നമ്മൾ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി മാത്രം ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇഞ്ചി കടിക്കാൻ കിട്ടുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ തീരെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. നിങ്ങൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് തന്നെ നമ്മൾ 3/4 കപ്പ് വെള്ളം ഒഴിക്കരുത്. റവ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കൊന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ചെറിയ ക്വാണ്ടിറ്റി മാവ് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് കറക്റ്റാണോ നോക്കാനായിട്ട്. അപ്പോൾ ഉണ്ടോ, കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈ ഒന്ന് നനച്ചിട്ട് ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ ബോൾസ് ആക്കേണ്ട, ഇൻസൈഡ് കുക്കായി വരില്ല. ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ബോൾസ്. ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കണം. എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇടയ്ക്ക് ഒന്ന് കൈ നനച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഇൻസൈഡൊക്കെ കുക്കായി കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം എണ്ണയിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുകയും വേണം. നിങ്ങൾക്കിത് ബോൾ ഷേപ്പിലല്ലാതെ വടയുടെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ വടയുടെ ഷേപ്പിൽ പരത്തി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചേഞ്ചായിട്ട് ബോൾ ഷേപ്പിൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും വടയുടെ ഷേപ്പിലല്ലേ പല സ്നാക്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് നല്ല തേങ്ങ ചട്നിയാണ് കൂടെ കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് തേങ്ങ ചട്നിയും രാവിലത്തെ ബാക്കി ദോശമാവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. ഇനി നമുക്ക് ആദ്യം ഇട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. നമ്മളിനിയും 1-2 പ്രാവശ്യം കൂടി തിരിച്ചിട്ടെടുക്കണം. അപ്പോഴാണ് എല്ലാ സൈഡും പെർഫെക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഫസ്റ്റ് ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു കളറാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കളർ മാറി വരും കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് എന്താണെങ്കിലും ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ ഈ കളറൊന്ന് ചേഞ്ച് ആയി വരും. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കും ചട്നിയും ഇതാ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചട്നിയാണ് ഇതിൻ്റെ വളരെ നല്ല കോമ്പിനേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ ചട്നി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ചൂട് മാറിക്കഴിഞ്ഞാലും ആ ക്രിസ്പിനെസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ റവ ആയതുകൊണ്ട് ചൂട് മാറിയാലും ആ ഒരു ക്രിസ്പിനെസ് നിൽക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ബാക്കി വരുന്ന ദോശമാവോ ഇഡ്ഡലിമാവോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് റവയും ചേർത്തിട്ട് ഒന്ന് സ്നാക്ക് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾക്കൊക്കെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഞാനിത് പൊട്ടിച്ചൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊട്ടിച്ച് കാണിക്കാനൊന്നുമില്ല, ചെറിയ വലിപ്പമല്ലേ ഉള്ളൂ. നന്നായിട്ട് ഇൻസൈഡൊക്കെ കുക്കായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ചൂടോടെ ഈ ഒരു സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.